അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. താളിമാങ്ങയാണ് കിട്ടിയത് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങ നമ്മൾ മീനിലൊക്കെ ഇടുമല്ലോ, മീനിലിടാനും ഒഴിച്ചേറി വെക്കാനൊക്കെ എടുക്കുന്ന മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ളത്തിയിട്ട് നന്നായിട്ട് കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഞെടുപ്പ് നമ്മൾ ഇത് കണക്ക് ഇറുത്തെടുക്കുമ്പോഴത്തേക്ക് പിന്നെ തറയിലൊക്കെ വീണ് ചെറുതായിട്ടൊന്ന് തല്ലിയിട്ടുണ്ടല്ലോ, അപ്പോഴതിൻ്റെ കറയും പിന്നെ മണ്ണും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് തന്നെ കഴുകി എടുത്തിരിക്കണം. പിന്നെ ഞാൻ ചെറിയ ഒരു കോട്ടൺ തുണി കൊണ്ടിട്ട് തുടച്ചെടുക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി നമ്മൾ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിക്ക് തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നത്. ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് അച്ചാറിടുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് എനിക്കിന്നിപ്പോൾ രാവിലെ തന്നെ മാങ്ങ കിട്ടിയത്. പിന്നെ ഇത് കട്ട് ചെയ്തിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിനാണ് കട്ട് ചെയ്തിടുന്നത്. ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിടുമല്ലോ നമ്മൾ ചെറിയ അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുന്ന അത് കണക്കല്ല അരിഞ്ഞെടുക്കുന്നത്, ഇതേപോലെ നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇത് നീളത്തിന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു 3-4 മണിക്കൂർ മാത്രമേ വെയിലത്ത് വെക്കുന്നുള്ളൂ. അല്ലാതെ ഒരു 3-4 ദിവസം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉണക്കിയിട്ട് അടമാങ്ങ അച്ചാറെന്ന് പറയും. ഇതിനിപ്പോൾ വെയിലത്തിടുന്നതിന് മുന്നേ തന്നെ ഇതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി. അപ്പോൾ ഇത്രയാണ് വെയിലത്തിടുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആവശ്യത്തിന് നമ്മൾ ചേരുവ ചേർക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ അടുത്തത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ഇനി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ മീനിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഉലുവ ഒരുപാടായി കഴിഞ്ഞാൽ ചെറിയ കയ്പ്പ് വരും, അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 സ്പൂണ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൽ കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി 1.5 ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ എടുത്തിരിക്കുന്ന അതേ സ്പൂണിന് 1.5 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തവിയോ ചെറിയ സ്പൂണോ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തപ്പോഴത്തേക്ക് മൊത്തത്തിൽ തന്നെ അതിൻ്റെ ചേരുവയെല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ വെയിലത്തിടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചാക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത് ഈ ഒരു ചാക്കിലാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല വെയിലുണ്ട്, നല്ല പൊള്ളുന്ന ചൂടാണ്. അതുകൊണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ അത്രയും കാണത്തില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ നല്ല വെയിലുണ്ട് മുറ്റത്ത്. അപ്പോൾ ഇതൊന്ന് വെയിലത്ത് ഉണങ്ങി കിട്ടിയതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ വൈകുന്നേരം ഇതിൻ്റെ ചേരുവയൊക്കെ ചേർത്തിട്ട് അച്ചാറിനുള്ള കൂട്ടെല്ലാം റെഡിയാക്കി എടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മളെ മാങ്ങയൊക്കെ എല്ലാം ഉണക്കിയെടുത്ത് ഞാനിങ്ങ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് ഒരു 2 സ്പൂണ് കടുക് എടുക്കുന്നുണ്ട്. കടുകിട്ടിന് കിടക്കുന്ന ഈ ചെറിയ ഒരു സ്പൂണിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ എടുക്കുന്നത് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. നല്ല ജീരകം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അത് പൊടിക്കണം. പൊടിക്കുമ്പോഴത്തേക്ക് അത് ഞാൻ മുളക് പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്, നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് വറുത്ത് കോരി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയിൽ ഇത്തിരി കളർ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തലേ ദിവസം കൊണ്ടുവച്ചിരുന്ന കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് കാലാവസ്ഥയിലൊക്കെ ഇതുകൊണ്ട് ഇത്തിരി ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിത് നമ്മൾ വറുത്തെടുത്തപ്പോഴത്തേക്കും നല്ല തുറുതുറ ആയിട്ടുണ്ട് കേട്ടോ. തുറുതുറാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വറുത്ത് മൊരിഞ്ഞതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ അതേ ചീനിച്ചട്ടിയിൽ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണയിലാണ് ഞാൻ അതും വറുത്തെടുക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. എങ്കിലും നമ്മൾ ആ വിചാരിക്കുന്ന രീതിയിൽ പിന്നെ നല്ല കളറും അത് മാത്രമല്ല കേട് കൂടാതെ മാങ്ങ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വറുത്ത് കോരി എടുക്കുന്നത്. വിനാഗിരി ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണക്ക് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കുന്നത്. ഇതിനിപ്പോൾ പൊടിച്ചെടുക്കണം. അതിന് മുന്നേ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കടുക്, ജീരകം. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കടുകും ജീരകവും വറ്റൽമുളകും കൂടെ ഒരുമിച്ചാണ് ഞാനിപ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ മാങ്ങ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നേരത്തെ വലിയ ഒരു ബേസണിൽ കുറച്ചുണ്ടായിരുന്നു, നല്ലതുപോലെ നിവക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇത്ര ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം വെയിലത്ത് കിടക്കുമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയ രീതിയിലൊന്ന് ചുരുങ്ങി കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ അതിൻ്റെ ഒന്ന് വാടി കിട്ടുമല്ലോ, ആ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ജാറിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളകൊക്കെ തണുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കേട്ടോ. ഈ പ്ലേറ്റിൽ കിടക്കുന്ന ഈ എണ്ണയുടെ അംശം ഉണ്ടല്ലോ, ആ അതൊക്കെ ഞാനിങ്ങ് എടുക്കുന്നുണ്ട്. പിന്നെ ജീരകവും കടുകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഇനിയിപ്പോൾ പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. ഇത് ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കണം. സെപ്പറേറ്റ് പൊടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇല്ലല്ലോ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. മുളകിൻ്റെ കൂടെ തന്നെ കടുകും ജീരകവും കൂടെ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതേ കണക്കാണ് ഇരിക്കുന്നത്.
ഈ ഒരു പരുവത്തിന് വേണം മാങ്ങയിൽ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ. മാങ്ങ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ചട്ടിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വറുത്ത് കോരി എടുത്തപ്പോഴത്തേക്ക് അതിൽ എണ്ണയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ചേരുവയും കൂടെ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇതിലാകുമ്പോഴത്തേക്ക് കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മുളക് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ആ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകില്ല, അപ്പോൾ അത് പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല എണ്ണയാണ്, അപ്പോൾ അതാണ് ഞാൻ ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിച്ചത് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പൊടിയായി ഇരിപ്പുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഒരുപാടങ്ങ് നമ്മൾ മില്ലിലൊക്കെ പൊടിച്ച് കിട്ടുന്ന അതേ രീതിയിലൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. പിന്നെ നേരത്തെ നമ്മൾ മാങ്ങ ഉണക്കുന്ന ആ ഒരു സമയത്ത് 3 സ്പൂണ് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണ ചേർത്തേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ കടുക് വറുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. കടുക് വറക്കണ്ടെന്ന് വിചാരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുക് അരച്ച് ചേർത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവയെല്ലാം നമ്മൾ വറുത്ത് കോരിയതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കടുക് വറുത്ത് ചേർക്കാത്തത്. ഇതിനിപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കി എടുക്കാനായിട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ മൊത്തത്തിൽ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നനഞ്ഞ സ്പൂണോ വേറെ തവിയോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഈ ഒരു ചട്ടുകം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് കോരി ഇളക്കി എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാകുമ്പോൾ ആ ഒരു എണ്ണയുടെ അംശമുണ്ട്. നമ്മൾ വേറെ ഒന്നിന് യൂസ് ചെയ്യാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും മാങ്ങ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ചേരുവയൊക്കെ എടുത്തിട്ട് വറുത്തിട്ട് ഇതുപോലെ പൊടിച്ച് മാങ്ങ അച്ചാറായിട്ട് ഇട്ട് നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് ആയതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിനാഗിരി ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് വിനാഗിരി ചേർക്കാം, പക്ഷേ നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ. ഞാനൊരു ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത്, കേട് കൂടാതെ ഇരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്കിതിൽ വിനാഗിരിയുടെ ആവശ്യം വരുന്നില്ല. നല്ല പുളിയുള്ള മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം വറുത്ത് ചേർത്തിരിക്കുകയാണ്, നനഞ്ഞ ഒരു സ്പൂണോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭരണി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 7-8 വർഷത്തോളം ആയിട്ടുണ്ട്. പിന്നെ കന്യാകുമാരിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കിത് കണക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ. ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് കൊണ്ട് തന്നതാണെന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിക്കും, പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എനിക്കതെന്തായാലും എപ്പോഴായാലും അതെൻ്റെ കയ്യിൽ തന്നെ വന്ന് ചേരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം എനിക്ക് വന്ന് ചേർന്നതാണ് ഈ ഒരു ഭരണി. അപ്പോൾ എന്തായാലും ഇത് മൊത്തത്തിൽ നിറച്ചിടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭരണിയിൽ തന്നെയാണ് ഞാൻ ഈ മാങ്ങ ഇട്ട് വെക്കുന്നത്. മാങ്ങ ഇട്ട് വെച്ചതിന് ശേഷം അതിനകത്ത് ഞാനൊരു വാഴയിലയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മൂടി കൊണ്ട് അടച്ചതിന് ശേഷം വേറൊരു വാഴയിലയും കൂടെ രണ്ടാമതൊരെണ്ണം എടുത്ത് എൻ്റെ മൂടി മൊത്തത്തിൽ മറച്ചിട്ട് 2 റബ്ബർ പിടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മൾ മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.